Hello my dear students, welcome back to Business Regulation. 62ാമത്തെ സെഷനാണ്. ഇനി 1-2 സെഷനോടുകൂടി നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഇന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്? ഈ പറയുന്ന വിവര അവകാശം നേടാനായിട്ട് ആരാണ് അതിന് എലിജിബിൾ ആയിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഈ ഒരു അവകാശമുണ്ട്. ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അയാൾക്ക് വിവരങ്ങൾ കിട്ടാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു നിയമപാലകർക്ക് ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് ഒരിക്കലും ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഫയൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്നാണ് RTA ആക്ട് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ഈ പറയുന്ന RTA റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഒരു വ്യക്തി അപ്ലൈ ചെയ്യുമ്പോൾ അത് അയാളുടെ പേരിലാണ്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ അയാളുടെ ഡെസിഗ്നേഷൻ്റെ പേരിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അയാൾ ഇവിടുത്തെ പൗരൻ എന്ന നിലയ്ക്ക് മാത്രമാണ് അയാൾക്ക് ഈ ഒരു അവകാശം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എംപ്ലോയിക്ക് ആയാലും ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് ആയാലും അയാൾക്ക് ഈ വിവരാവകാശം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ ഇൻഫർമേഷൻസാണ് ഈ ഒരു ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ളതും അത് റിവീൽ ചെയ്യാൻ ഒഴിവാക്കിയിട്ടുള്ളത്, എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ആദ്യം പറയുന്നത് ചില ഇൻഫർമേഷൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെയും അതുപോലെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഏകോപനത്തിനെയും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം. അത് ഏതെങ്കിലും ഒരു ഫോറിൻ സ്റ്റേറ്റുമായിട്ട് റിലേഷൻ ഉള്ളതും അത് നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തെങ്കിലും കുറ്റം ചെയ്യാനുള്ളൊരു പ്രേരണ ആക്കുന്ന രീതിയിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യില്ല. പിന്നെ ചില ഇൻഫർമേഷൻസ് നമ്മുടെ കോർട്ട് ഓഫ് ലോ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ വിധികർത്താക്കൾ അത് അവർ വിലക്കിയിരിക്കുകയാണ്, ഇത് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ള അങ്ങനത്തെ ഇൻഫർമേഷൻസും ഒരിക്കലും നമ്മളുടെ RTA ആക്ട് പ്രകാരം എന്ത് ചെയ്യില്ല, അത് തരില്ല. ഓക്കെ, സോ അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കോർട്ടിന് ഒരു നാണക്കേടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസും നമുക്ക് ഈ RTA ആക്ട് അനുസരിച്ച് കിട്ടാൻ സാധ്യതയില്ല. ഇനി ഏതൊരു ഇൻഫർമേഷൻ അത് വെളിപ്പെടുത്തുന്നുവോ അത് വെളിപ്പെടുത്തുന്നതുകൊണ്ട് ഇപ്പം പാർലമെൻറ്റിലെ ആളുടെ പദവി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിയമസഭയിലെ ആളുടെ പദവി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പിന്നെ വളരെ കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ട്രേഡ് സീക്രറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫർമേഷൻ ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺസേൺ പാർട്ടിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ അതുകൊണ്ട് ഭീഷണിപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കോമ്പറ്റീറ്റീവ് പാർട്ടിയുടെ ആ ഇൻഫർമേഷൻ പബ്ലിക്സ് കൽപ്പിക്കുകയാണ്, അത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വളരെ വിശ്വാസമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് അതോറിറ്റിയുടെ അതും ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷേ അത് പബ്ലിക്സ് കൽപ്പിക്കുകയാണ് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് കൽപ്പിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം, ഡിസ്ക്ലോസ് ചെയ്യാം. പിന്നെ ഫോറിൻ ഗവൺമെൻറ്റിൽ നിന്നും കോൺഫിഡൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരാളുടെ ലൈഫിന് ഭീഷണി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ അയാളുടെ ശാരീരിക സേഫ്റ്റിക്ക് ഭീഷണി വരുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല.
അത് നിയമം തന്നെ അത് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രതി അന്യായം പറയുന്നതിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പം മന്ത്രിസഭയിൽ നിലവിൽ വരുന്ന ആലോചനകളെ കുറിച്ചുള്ള റെക്കോർഡ്സ് അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ആലോചനകൾ പിന്നീട് ഡിസിഷൻസ് ആയിട്ട് മാറുമ്പോൾ അത് പബ്ലിക്കലി പബ്ലിഷ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ആലോചനയിലുള്ള കാര്യം അത് ഒരിക്കലും റിവീൽ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നമ്മളുടെ ഈ പറയുന്ന അതോറിറ്റീസ് അല്ലേ, ഈ പബ്ലിക് അതോറിറ്റീസ് അവരുടെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസ് അത് ഒരു പബ്ലിക് ആക്ടിവിറ്റി ആയിട്ട് ബന്ധമില്ലാത്തത്, ഓക്കെ, എന്നാൽ അവരുടെ പ്രൈവസീനെ അത് തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇത് നമ്മളുടെ പാർലമെൻറ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന നിയമസഭയോ അത് അങ്ങനത്തെ ഇൻഫർമേഷൻസിനെ അവർ ഈ പറയുന്ന പോലെ നിരസിക്കാത്തതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു മന്ത്രി, ഫോർ എക്സാമ്പിൾ, മന്ത്രി ഇപ്പം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പബ്ലിക്കായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ഈ പറയുന്ന നിയമസഭയിലൊക്കെ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് അവരാരും നിരസിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് വേറൊരു കാര്യം പറഞ്ഞത്. പിന്നെ അപ്പോൾ ഈ രീതിയിൽ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ പബ്ലിക് അതോറിറ്റീസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കുന്നില്ല. പിന്നെ ഏതൊരു ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ കൊടുക്കുമ്പോഴും അത് ഏതെങ്കിലും തരത്തിലൊരു ആരുടെങ്കിലും ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യില്ല. അല്ലാതെയുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ആക്ട് അനുസരിച്ചുള്ള അതോറിറ്റീസിൻ്റെ കാര്യമാണ്. ആദ്യം വരുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നമ്മളുടെ ഈ RIT ആക്ട് അനുസരിച്ച് 2005 ഇത് ഫോം ചെയ്തത്. ഇവരുടെ ഒരു നിയമപരിധി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സെൻട്രൽ പബ്ലിക് അതോറിറ്റീസും ഇതിൻ്റെ നിയമപരിധിക്കുള്ളിൽ വരുന്നതാണ്. ഓക്കെ. ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടാവും, പിന്നെ ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 10 പേരാണ്. ഇവരെല്ലാവരും നമ്മളുടെ ഈ ഒരു കമ്മിറ്റി, ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പറഞ്ഞിട്ട് പ്രസിഡൻ്റാണ് ഇവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്ന ആ കമ്മിറ്റിയിൽ മൊത്തം 3 പേരാണ്. ഒന്ന് നമ്മളുടെ പ്രൈം മിനിസ്റ്ററാണ്, അദ്ദേഹം അതിൻ്റെ ചെയർമാനാണ് കമ്മിറ്റിയുടെ. പിന്നെ ഓപ്പോസിറ്റ് ലീഡർ, ലോകസഭയിലെ ഓപ്പോസിറ്റ് ലീഡർ അതിൻ്റെ ഒരു മെമ്പറായിരിക്കും. പിന്നെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടി അതിൽ ആ കമ്മിറ്റിയിൽ മെമ്പറായിരിക്കും. അപ്പോൾ ഈ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തിട്ട് നമ്മുടെ പ്രസിഡൻ്റാണ് നമ്മളുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ കമ്മീഷൻ എന്ന് പറയുന്നത്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോമേഷൻ ബോഡിയാണ്. അവരെല്ലാം സെൽഫായിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൽ ജനറൽ സൂപ്രണ്ടൻസ്, ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എല്ലാം ഈ പറയുന്ന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഉണ്ടാവും. ഓക്കെ. സോ ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് എല്ലാവരും നമ്മളുടെ പബ്ലിക് ലൈഫിൽ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തികളായിരിക്കും. വളരെ വൈഡ് നോളേജ് ഉള്ളവരാണ്, നിയമത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, സയൻസിൽ, ടെക്നോളജിയിൽ, സോഷ്യൽ സർവീസിൽ, മാനേജ്മെൻറ്റിൽ, ജേർണലിസം, മാസ് മീഡിയ, അഡ്മിനിസ്ട്രേഷൻ, ഗവർണൻസ്, ഇതിലെല്ലാം വളരെ പ്രാവീണ്യമുള്ള വ്യക്തികളായിരിക്കും ഇവരൊക്കെ.
ഈ നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഈ പറയുന്ന കമ്മീഷൻ നമ്മളുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അടക്കമുള്ള എല്ലാ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ അടക്കമുള്ള ഈ ഒരു കമ്മീഷൻ 5 വർഷത്തേക്കാണ് ഈ ഓരോ ഓഫീസ് ഫോം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ പറയാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനിലുള്ള ഓരോ അംഗങ്ങളും 5 വർഷത്തേക്കാണ് അതിൽ നിയമിതരായിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ വയസ്സ് 65 വയസ്സ് തികയുന്നവരെ അതിൽ നിൽക്കാം. ഏതാണ് ഏർലിയർ എന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും അവർ അവിടെ നിന്ന് റിലീവ് ആവുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ പോലെ തന്നെയാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഇവിടെ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും. 10 പേരാണ് നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുള്ള പോലെ തന്നെ. ഇവരെല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ പ്രസിഡൻ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി അനുസരിച്ച് ശുപാർശ ചെയ്യുന്നതനുസരിച്ചാണ് ഗവർണർ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ് ചെയർമാൻ. അവിടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ പ്രൈം മിനിസ്റ്ററാണ് ചെയർമാൻ. പിന്നെ ഓപ്പോസിറ്റ് ലീഡർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഓപ്പോസിറ്റ് ലീഡർ ഇതിലൊരു അംഗമായിരിക്കും. പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്തില്ല, ക്യാബിനറ്റ് മിനിസ്റ്ററും ഇതിലൊരു അംഗമായിരിക്കും. നമ്മളുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ പോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. ഇതിൻ്റെ ജനറൽ സൂപ്രണ്ടൻസ്, ഡയറക്ഷൻ, മാനേജ്മെൻറ്റ് എല്ലാം ഈ പറയുന്ന സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലാണ് വരുന്നത്. പിന്നെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും എല്ലാ നമ്മുടെ പൊതുജീവിതത്തിൽ ഉള്ള കാര്യങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ളവരായിരിക്കും. അവർക്ക് അതിനെക്കുറിച്ച് വളരെ വൈഡായിട്ടുള്ള എക്സ്പീരിയൻസും നോളേജും, അതുപോലെ നിയമത്തെക്കുറിച്ചുള്ള നിയമത്തിലെ എക്സ്പീരിയൻസ്, സയൻസ്, ടെക്നോളജി, സോഷ്യൽ സർവീസ്, മാനേജ്മെൻറ്റ്, ജേർണലിസം, മാസ് മീഡിയ, അഡ്മിനിസ്ട്രേഷൻ, ഗവർണൻസിലൊക്കെ വളരെ പ്രാവീണ്യമുള്ള വ്യക്തികളായിരിക്കും. ഇവരും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിൽ അംഗമാവുന്നത് 5 വർഷത്തേക്കാണ്. അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവരെയാണ് അവർ അതിൽ നിലനിൽക്കുന്നത്. നമ്മളുടെ ഇൻഫർമേഷൻ കമ്മീഷൻസിൻ്റെ പവർ ആൻഡ് ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനായാലും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനായാലും അവരുടെ പവർ ആൻഡ് ഫങ്ഷൻസ് മോറോർലെസ് സെയിം ആണ്. എന്താണ് അവരുടെ പവർ ആൻഡ് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ പറയുന്ന വ്യക്തികളിൽ നിന്നും ഇൻഫർമേഷൻ, ഈ റൈറ്റ് ടു ഇൻഫർമേഷനിൽ RTA ഇതനുസരിച്ച് അവരുടെ വിവര അവകാശത്തിന് എതിരായിട്ടുള്ള എന്ത് കംപ്ലയിൻസും ഇവർ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയുള്ള കംപ്ലയിൻസ് ആണ്? സപ്പോസ് ഈ പറയുന്ന വ്യക്തി നമ്മുടെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്തോ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് അവർ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ഇവർക്ക് റിസീവ് ചെയ്യാം. ഇനി അങ്ങനെ ഒരു സെൻട്രൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ ഇത് റെഫ്യൂസ് ചെയ്തു, അവർ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട്, അത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെഫ്യൂസ് ചെയ്ത കാര്യങ്ങളും ഇവർക്ക് റിസീവ് ചെയ്യാം. ഇനി അവരെന്തെങ്കിലും പറഞ്ഞത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീലാണെങ്കിലും ഈ പറയുന്ന സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഓഫീസേഴ്സ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അവേ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനോ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനോ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാം, എന്ത് ഇൻഫർമേഷനാണ് വേണ്ട എന്നുള്ള റിക്വസ്റ്റ് ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം സെൻട്രൽ നമ്മുടെ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറോ ഈ റിക്വസ്റ്റ് സ്വീകരിച്ചിട്ട് അവർ കൊടുത്ത
റിപ്ലൈ, ആ ഇൻഫർമേഷൻ വെച്ചുള്ള റിപ്ലൈയിൽ നമ്മുടെ ഈ റിസീവർക്ക് വലിയ താല്പര്യമില്ലാതെ അപ്പീൽ ചെയ്യുകയാണെങ്കിൽ ആ അപ്പീലും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള റെഫ്യൂസൽ വന്നാൽ അങ്ങനെയുള്ള കംപ്ലയിൻസും ഈ കമ്മീഷൻസിന് കൊടുക്കാം. പിന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, അതൊരു ടൈം ലിമിറ്റിനുള്ളിൽ അതിന് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ആ കംപ്ലയിൻറ്റും ഈ പറയുന്ന കമ്മീഷനിൽ പറയാവുന്നതാണ്. പിന്നെ ഇൻഫർമേഷൻ കിട്ടാനുള്ള റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അവർ ഒരു ഫീസ് പേ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആ ഫീസ് അൺറീസണബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റും ഈ കമ്മീഷൻ്റെ അടുത്ത് പറയാം. പിന്നെ റിക്വസ്റ്റ് കൊടുത്ത ശേഷം അവർ തന്ന ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ് ആണ്, മിസ്ലീഡിംഗ് ആണെങ്കിൽ ആ കംപ്ലയിൻറ്റും ഈ കമ്മീഷൻ്റെ അടുത്ത് പറയാവുന്നതാണ്. ഓക്കെ, നമ്മളുടെ ഇൻഫർമേഷൻ കിട്ടുന്ന ഏത് കാര്യങ്ങളിലും ഇൻഫർമേഷൻ കിട്ടേണ്ട കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള എന്ത് മാറ്ററും ഇവിടെ നമുക്ക് ഈ കമ്മീഷനിൽ റിക്വസ്റ്റ് ചെയ്യാം. അത് കിട്ടാനും അത് ആക്സസ് ചെയ്യാനും ആ റെക്കോർഡ്സ് നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാനോ പറ്റാത്തതിനെക്കുറിച്ച് എൻക്വയറി നടത്തും. ആ എൻക്വയറിയിൽ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളുടെ കമ്മീഷൻ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ പറയുന്ന ഇൻഫർമേഷൻ ഓഫീസർ അത് പർപ്പസ്ഫുള്ളി കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ നമ്മളുടെ കമ്മീഷൻ ഈ പറയുന്ന സിവിൽ കോർട്ടിൻ്റെ അതേ നിയമ അധികാരങ്ങളാണ് കയ്യിലെടുക്കുന്നത്. അത് ആ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് 1908 കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഈ കമ്മീഷൻ നീക്കുന്നത്. അതനുസരിച്ച് ഈ പബ്ലിക് ഇൻഫർമേഷൻ അതോറിറ്റിയുടെ അടുത്ത് അതോറിറ്റി വിളിച്ച് അവരെ നിർബന്ധമായിട്ട് ഈ ഒരു കോൾ ഇത് വിളിക്കുന്ന സമയത്ത് അവിടെ അറ്റൻഡ് ആവാനും അവരെ ഈ പ്രതിജ്ഞ ചെയ്യിച്ചിട്ട് എല്ലാ എവിഡൻസും എടുത്ത് ആ ഡോക്യുമെൻറ്റ്സ് അവരെ കൊണ്ട് കൊടുപ്പിക്കും. പിന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻ കിട്ടാനായിട്ട് അപ്ലൈ ചെയ്ത വ്യക്തിക്ക് എന്ത് ഡോക്യുമെൻ്റ് ആണോ അത് കറക്റ്റായിട്ട് അത് കണ്ടെത്തി അത് ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ ഒരു നമ്മുടെ കമ്മീഷൻ റിക്വയർ ചെയ്യും. അതുപോലെ തന്നെ സത്യവാങ്മൂലങ്ങളുടെ എവിഡൻസ് അത് റിസീവ് ചെയ്യാനായിട്ടുള്ള ഇത് പറയും. പിന്നെ എന്തെങ്കിലും പബ്ലിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ കോപ്പീസ് ഏതെങ്കിലും കോർട്ടിൽ ഓഫീസിൽ ഉള്ളതുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് റിക്വയർ ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വിറ്റ്നസ്സസ് എക്സാമിൻ ചെയ്യാനുണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിച്ച് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പറയും. അതുപോലെ ഈ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വേറെ എന്തുണ്ടെങ്കിലും അവരെ കൊണ്ട് നിർബന്ധമായിട്ട് അത് എത്തിച്ച് കൊടുക്കാനായിട്ട് പറയും. സോ ഇങ്ങനെയുള്ള ഒരു എൻക്വയറി സമയത്ത് എന്തെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് ആക്ട് നമ്മുടെ ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചാണ് ഇങ്ങനെയുള്ള എൻക്വയറി നടക്കുന്നത്. അതിൽ ഈ പറയുന്ന പബ്ലിക് അതോറിറ്റിയുടെ കൺട്രോളിലാണ് ഈ ഒരു ഇൻക്വയറി നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാ ഇൻഫർമേഷൻസും നമ്മളുടെ റിക്വയർ ചെയ്തിട്ടുള്ള ഒരു സിറ്റിസന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഈ കമ്മീഷൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവർക്ക് ഇൻഫർമേഷൻസ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും.